ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ട് ഒരു കിഡിലൻ തോരനാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മത്തങ്ങ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചെറിയ പീസ് ഇതുപോലെ ഒരു പീസാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അധികം നല്ല കനം കുറക്കണ്ട, കുറച്ച് കട്ടിയിലായിട്ട് തന്നെ അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് 2-3 ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു പരിവാവുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ തുള്ളി വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല, വെള്ളം ഇല്ലാതെ തന്നെ വേണം നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് എന്താ വേണ്ടി വെച്ചാൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അത് തുള്ളി വെള്ളം പോലെ ആഡ് ചെയ്യരുത്, വെള്ളം ആഡ് ചെയ്യാതെ തന്നെ അത് നമുക്ക് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. അടി പിടിക്കേണ്ട. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നേരം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിയൊക്കെ ആക്കില്ല, അത് ആ രൂപത്തിലുള്ള ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട. അതിന് കുറച്ച് തേങ്ങ, 4-5 ചുവന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് 1/4 ടീസ്പൂണോളം നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് അവിടെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് ഇതിവിടെ നമ്മൾ മത്തങ്ങ വെന്തിട്ടുണ്ട്. മത്തങ്ങയിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഒന്നെല്ലാം വെറ്റണം കേട്ടോ, വെള്ളം പാടില്ല. അപ്പോൾ അത് ലൂസ് പരിവായിട്ട് കിട്ടും. അതിനുശേഷം തുറന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അരപ്പ് ഇതേപോലെ അധികം വല്ലാതെ അങ്ങോട്ട് തേങ്ങ അരയണ്ട കേട്ടോ. ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് നമ്മൾ തേങ്ങ ഒന്ന് ജാലിട്ടൊന്ന് കറക്കിയിടാൽ മതി, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് അരയണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് പോവും. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അതും തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മത്തങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമില്ല, അത് നന്നായിട്ട് വെറ്റണേ. വെള്ളം തീരെ പാടില്ല, ലൂസ് പോലെയല്ല വേണ്ട, നമുക്ക് കറക്റ്റ് ഒരു തോരൻ്റെ പരിവല്ല വേണ്ട. അപ്പോൾ വെള്ളം പാടില്ല. ഞാൻ ഇളക്കി കൊടുത്ത് എല്ലാം വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിടിലും മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് കിട്ടോടെ തന്നെ നല്ല സ്പൈസി ആയിട്ട് തന്നെ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും കേട്ടോ. മധുരം ഒന്നും ഉണ്ടാവില്ല. മുളകൊക്കെ കുറച്ച് കൂടുതൽ എരിവ് ഇഷ്ടപ്പെടാണെങ്കിൽ 2 കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.